നമ്മളെല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. ഫോട്ടോ എടുക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു തരം കിട്ടിയാൽ റീൽസ് വരെ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് പറ്റിയ ഒരു സ്ഥലം നൂറിനാട് പാറ്റൂരാണ്. അവിടെ ഒരു ഗംഭീര താമരപ്പാടമുണ്ട്. എല്ലാരെയും കാത്തിരിക്കുന്നു. കൂടുതൽ പറയുന്നില്ല, കാണാം. ഒരു ഭാഗത്ത് ഇടതൂർന്ന മരങ്ങൾ, മറ്റൊരു ഭാഗത്ത് ആകാശം നീളെ പരന്നുകിടക്കുന്ന പാടമാണ്. ഇതിനിടയിൽ വിടർന്ന താമരപ്പൂക്കൾ. ഒരു കാർമേഘം കൂടിയാകുമ്പോൾ ആഹാ, സെറ്റ്. ആലപ്പുഴയുടെയും പത്തനംതിട്ടയുടെയും അതിർത്തി പങ്കിടുന്ന നൂറനാട്ടെ കരിങ്ങാലി പാടശേഖരത്തിലാണ് കാഴ്ച. പള്ളിമുക്കം മഹാഭദ്രകാളി ദേവീക്ഷേത്രത്തിന്റെ നടയ്ക്ക് മുന്നിൽ പൂജാവശിഷ്ടങ്ങൾ പെട്ടതാണ് ഈ താമരയുടെ അവശിഷ്ടങ്ങൾ. അങ്ങനെ ഒരു ദിവസം പൂജാരി തന്നെ ഈ കുളത്തിന് സമീപത്ത് കൊണ്ടിട്ടു. അതിങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പടർന്ന് വലിയൊരു താമരക്കുളമായിട്ട് മാറി. കഴിഞ്ഞ 2 വർഷമായാണ് താമരകൾ ഇത്രയധികം പൂത്തുലഞ്ഞതെന്ന് നാട്ടുകാർ. കരിങ്ങാലി പുഞ്ചയുടെ ഭാഗമായിട്ട് വരുന്ന ഭാഗമാണ് ഇത്. ഇതിന്റെ 3 സൈഡും നെൽകൃഷികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പം കൊയ്ത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഈ കൊയ്ത്ത് കഴിഞ്ഞ സമയത്താണ് ഈ താമര കിളിച്ചു വരുന്നത്. എല്ലാ പ്രാവശ്യവും ഇതിലും ഭംഗിയായി ഒരുപാട്, ഇപ്രാവശ്യം ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നുന്നു. ഇതിലും വളരെ നല്ല രീതിയിൽ പൂക്കളുണ്ടായി നിൽക്കുന്ന സ്ഥലം. നൂറുകണക്കിന് ആളുകളാണ് അവധിയുള്ള ദിവസങ്ങളിലും പിന്നെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വരുന്ന ആളുകളാണ് ഇത് റീൽസുകളിലൂടെയും മറ്റും ജനങ്ങളിൽ എത്തിച്ചത്. അങ്ങനെ ഒരുപാട് ആളുകൾ ദിവസവും ഇത് കാണാനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നു. ഫോട്ടോഷൂട്ടിന് ഇറങ്ങുന്നവർ വേഗം പോന്നോളൂ, അടുത്ത മാസം പൂക്കൾ കൊഴിഞ്ഞേക്കാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ക്യാമറാമാൻ നിബിൻ രാജിനൊപ്പം വിജയലക്ഷ്മി, മനോരമ ന്യൂസ്, നൂറനാട്.